നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. യുദ്ധം തുടങ്ങി 6ാം ദിനമാണ്. 6ാം ദിനവും കലുഷിതമാണ് പശ്ചിമേഷ്യ. യുദ്ധം വ്യാപിക്കുന്നതിന്റെ സൂചനകൾ കൂടിയുണ്ട്. ഒരു യുദ്ധവും ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുമ്പോഴും യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ് സാഹചര്യം. നമുക്ക് വിശദമായി തന്നെ വാർത്തകളിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇറാനെതിരായ ഇസ്രയേൽ അമേരിക്ക സംയുക്താക്രമണം തുടങ്ങി 6ാം ദിനമാണ് ഇന്ന്. പശ്ചിമേഷ്യ ഇന്നും കലുഷിതമാണ്. മാത്രവുമല്ല, പശ്ചിമേഷ്യയ്ക്ക് പുറമേക്ക് കൂടി യുദ്ധം വ്യാപിക്കുന്നതാണ് 5ാം ദിനത്തിന്റെ അവസാനവും 6ാം ദിനത്തിലും നമ്മൾ കാണുന്നത്. ഇറാനെതിരായ നീക്കങ്ങൾ ഇസ്രയേലും അമേരിക്കയും കൂടുതൽ ശക്തമാക്കുകയാണ്. ടെൽ-അവീവിലും ജെറുസലേമിലും മിസൈൽ ആക്രമണം ശക്തമാക്കി ഇറാനും തിരിച്ചടി തുടരുന്നു. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ യുദ്ധക്കപ്പൽ മുക്കിയ ആക്രമണം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിപ്പിച്ച അമേരിക്ക ഖേദിക്കേണ്ടി വരുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ടെൽ-അവീവിലും ജെറുസലേമിലും ഇറാൻ മിസൈൽ ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. ഇറാനെതിരായ ആക്രമണത്തിന് അമേരിക്കൻ സെനറ്റിന്റെ നിർണായക പിന്തുണ ലഭിച്ച ട്രംപിന്റെ അടുത്ത നീക്കം എന്താണ്? ഇറാന്റെ ചെറുത്തുനിൽപ്പ് ഇനി എത്ര നാൾ? ഇതാണ് ഉയരുന്ന ചോദ്യം. നമുക്ക് വിശദമായി തന്നെ 6ാം ദിവസത്തിലെ സാഹചര്യം എന്താണ് എന്നത് പരിശോധിക്കാം. 6ാം ദിവസം സംഭവിക്കുന്നത് ഇറാന്റെ ആഭ്യന്തര സാഹചര്യം കൂടുതൽ വഷളായിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയും ആക്രമണം കടുപ്പിക്കുന്നു. യുദ്ധം ഇസ്രയേലിനും അമേരിക്കയ്ക്കും ചരിത്ര നേട്ടമാകും എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവകാശവാദം. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നാണ് അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഗൾഫ് മേഖലയിലും ലബനൻ, ഇറാഖ് എന്നിവിടങ്ങളിലും സംഘർഷം ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. ടെൽ-അവീവിലും ജെറുസലേമിലും ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ആഗോള കപ്പൽ ഗതാഗതം തടയുമെന്ന ഭീഷണിയാണ് ഇറാൻ ഉയർത്തിയിട്ടുള്ളത്. യുദ്ധം മിഡിൽ ഈസ്റ്റിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയുമാണ്. ശ്രീലങ്കൻ തീരത്ത് വെച്ച് ഇറാനിയൻ യുദ്ധക്കപ്പൽ US അന്തർവാഹിനി തകർത്തത് സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാക്കുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. അമേരിക്ക ചെയ്തത് ക്രൂരതയാണെന്നും അങ്ങേയറ്റം ഖേദിക്കേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. പിന്നാലെ പേർഷ്യൻ ഗൾഫിന്റെ വടക്കൻ മേഖലയിൽ അമേരിക്കൻ എണ്ണക്കപ്പൽ ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടിട്ടുമുണ്ട്. അത്തരമൊരു തിരിച്ചടി അമേരിക്കയ്ക്ക് നൽകാനായി എന്നതാണ് ഇറാന്റെ അവകാശവാദം. പക്ഷേ ഇതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് 6ാം ദിവസത്തിലെ ഇറാനിലെ സാഹചര്യം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. 5 ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1045 ആയതായും 6000-ലധികം പേർക്ക് പരിക്കേറ്റതായുമാണ് ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങളിൽ പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അന്തരിച്ച അയത്തുള്ള അലി ഖമനേയുടെ മകൻ മുജ്തബ ഖമനേയി പുതിയ നേതാവാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും ശക്തമാണ്. അപ്പോൾ ഇറാൻ അവരുടെ പുതിയ നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതേസമയം ആര് ചുമതലയെടുത്താലും അവരെ വധിക്കുക എന്നതാണ് ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നതാണ് സൂചനകൾ. ഖമനേയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ പോലും അതിന് നേരെ ആക്രമണം ഉണ്ടാകും എന്നത് പരിഗണിച്ചുകൊണ്ടും അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം കൂടിയാണ് ഇറാനിൽ കാണുന്നത്. ഇറാനിൽ ഇസ്രയേൽ US ആക്രമണം തുടരുന്നു. ടെഹ്റാനിലെ വിവിധയിടങ്ങളിലും സനാതൻ ദാജ് മേഖലയിലും വ്യോമാക്രമണം രൂക്ഷമാണ്. ലബനനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 5 പേർ കൂടി കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. ആശുപത്രികൾ, സ്കൂളുകൾ, ടെഹ്റാൻ ബസാർ, ചരിത്രപ്രസിദ്ധമായ ഗൊലസ്താൻ കൊട്ടാരം എന്നിവയുൾപ്പെടെ 33 സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതായി ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് US മുക്കിയ ഐറസ് ദേന എന്ന ഇറാനിയൻ കപ്പലിൽ നിന്ന് 87 മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്നും സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം തിരിച്ചടികളാണ് ഇന്ന് ഇറാൻ നേരിട്ടിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ തിരിച്ചടി തുടരുന്നു. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ എണ്ണ വിതരണത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഗൾഫ് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ വിതരണത്തെ അത് ബാധിക്കുമ്പോൾ അത് മറ്റു രാഷ്ട്രങ്ങളെയും പരോക്ഷമായി ബാധിക്കുകയാണ്. അവിടെ എണ്ണവില വർധന, ദൗർലഭ്യം തുടങ്ങിയ സാഹചര്യങ്ങളാണ് ഇനി നേരിടാൻ പോകുന്നത്. റിയാദിലെ US എംബസിക്ക് നേരെയുണ്ടായ ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തെ സൗദി അറേബ്യ അപലപിച്ചിട്ടുണ്ട്. ഖത്തർ തങ്ങളുടെ രാജ്യത്തെ US എംബസിക്ക് സമീപം
താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയ ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമാക്കി ഇറാന്റെ തിരിച്ചടി തുടരുന്ന സാഹചര്യം ആ മേഖലയെ ഇന്നും കലുഷിതമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പുതിയ വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ സൈനിക ശേഷിയുടെ വലിയൊരു ഭാഗം നശിപ്പിച്ചതായും വ്യോമാധിപത്യം നേടിയതായും ഇസ്രായേലും അമേരിക്കയും അവകാശപ്പെടുന്നു. ടെൽ അവീവ്, ജെറുസലേം എന്നിവിടങ്ങളിൽ അതേസമയം ഇറാന്റെ പ്രത്യാക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. സൗദി അൽ ഖാജ്, അൽ ജാഫ് മേഖലയിൽ ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധിച്ചെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റ് മുബാറക് അൽ തുറമുഖത്തിന് 30 നോട്ടിക്കൽ മൈൽ അകലെ രാജ്യാന്തര സമുദ്രപാതയിൽ എണ്ണ ടാങ്കറിന് സമീപവും ആക്രമണമുണ്ടായി എന്ന വിവരമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അതേസമയം അമേരിക്കയിൽ ഉണ്ടായത് ചില തന്ത്രപ്രധാനമായ നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. യുദ്ധം തുടരാൻ അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി വേണമെന്ന പ്രമേയം US സെനറ്റ് വോട്ടിനിട്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന് അനുകൂലമായ നീക്കമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തെത്തിയതിനാലാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രസിഡന്റ് ട്രംപ് വാദിക്കുന്നത്. തങ്ങൾക്ക് ആക്രമണം ഉണ്ടാകും എന്ന് തോന്നി, അതുകൊണ്ട് ആക്രമണം നടത്തി എന്നതാണ് ട്രംപ് പറയുന്നത്. മാർക്കോ റൂബിയോയുടെ ചില പരാമർശങ്ങൾ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഇറങ്ങിത്തിരിച്ചു എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു. എല്ലാവരുടെയും പ്രതീക്ഷ എന്താണ് കോൺഗ്രസിൽ നടക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ചാണ്. പക്ഷേ അവിടെ കാര്യങ്ങളെല്ലാം ട്രംപിന് അനുകൂലമായാണ് വന്നിരിക്കുന്നത്. സർവേകൾ പ്രകാരം 25% അമേരിക്കക്കാർ മാത്രമേ ഈ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നുള്ളൂ എന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പോലും കോൺഗ്രസിലെല്ലാം ട്രംപിന് അനുകൂലമായി തന്നെ വന്നു. അത് ട്രംപിനെ സംബന്ധിച്ച് ഇനിയും ഈ യുദ്ധം തുടരാനും ഏത് തലം വരെ കൊണ്ടുപോകാനും കിട്ടുന്ന ഒരു അനുമതിയായി കൂടി വേണം നമ്മൾ കാണാൻ. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് എത്തിയതിനാലാണ് അത് ആക്രമണം നടത്തേണ്ടി വന്നത് എന്ന ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് ട്രംപ് ഈ യുദ്ധത്തെ തന്നെ ന്യായീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ട്രംപിന്റെ ആ ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം. On the war front, to put it mildly, I would say. Somebody said, on a scale of 10, where would you rate it? I said about a 15. And we're going to continue to do well. We have the greatest military in the world by far. And that was a tremendous threat to us for many years. 47 years they've been killing our people and killing people from all over the world. And I think we have great support. And I think if we didn't do it first, they would have done it to Israel and give us a shot if that was possible. So we're in a very strong position now, and their leadership is just rapidly going. Everybody that seems to want to be a leader, they end up dead, and it's an amazing thing that's taking place before your eyes, because for 47 years we were pushed around, and we shouldn't have been. And I think I can say, and you see it as well as I do, you see the tremendous progress that's being made. Their missiles are being wiped out rapidly. Their launchers are being wiped out. They're attacking their neighbors. They're attacking their, in some cases, allies, or not so long ago allies. And, you know, it's really a nation that was out of control, and they would have used it on us if we let them. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് ഈ ആക്രമണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ അത് സ്വതന്ത്രമായി എടുക്കാനുള്ളൊരു സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. സെനറ്റിലുള്ള വലിയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുൻതൂക്കം തന്നെയാണ് ഇതിന് വഴിവെച്ചിരിക്കുന്ന സാഹചര്യം. ഇറാനിലെ വ്യോമാക്രമണം തടയാനും യുദ്ധത്തിന് കോൺഗ്രസിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. ഉഭയകക്ഷി പ്രമേയം സെനറ്റ് പക്ഷേ വോട്ടിനിട്ട് തള്ളുന്ന സാഹചര്യം ഉണ്ടായതോടെ കോൺഗ്രസിന്റെ തടസ്സങ്ങളില്ലാതെ തന്നെ ഇറാനിലെ സൈനിക നടപടികളുമായി മുന്നോട്ട് പോകാൻ ട്രംപിന് രാഷ്ട്രീയമായ ഒരു കരുത്താണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 100 അംഗ സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ 47-നെതിരെ 52 വോട്ടുകൾക്കാണ് പ്രമേയം പരാജയപ്പെട്ടിരിക്കുന്നത്. 52-നെതിരെ 47 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൽ ട്രംപിന്റെ യുദ്ധനയത്തിന് അനുകൂലമായ നിലപാടാണ് ഭൂരിപക്ഷം അംഗങ്ങളും സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. യുദ്ധാധികാര പ്രമേയം വഴി പ്രസിഡന്റിന്റെ സൈനിക നീക്കങ്ങളെ നിയന്ത്രിക്കാനുള്ള
ഡെമോക്രാറ്റുകളുടെ ശ്രമമാണ് ഇതോടെ പരാജയപ്പെട്ടത്. ഡെമോക്രാറ്റുകൾ അവിടെ പരാജയപ്പെടുമ്പോൾ ലോകത്തിന്റെ ഒരു പ്രതീക്ഷയായിരുന്നു ഇവിടെ ഒരു തിരിച്ചടി നേരിടുകയാണ് എങ്കിൽ ട്രംപിന് മനംമാറ്റമുണ്ടാകുമോ, കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി ട്രംപിനെ ഈ കാര്യങ്ങളിൽ അക്കൗണ്ടബിൾ ആക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ലോകത്തിന്റെ പ്രതീക്ഷ കൂടിയാണ് ആ പ്രമേയം പരാജയപ്പെടുമ്പോൾ തകർന്നു പോകുന്നത്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ കരുത്തോടുകൂടി ഈ നീക്കങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സൈനിക നടപടികൾ ആരംഭിച്ച 6-ാം ദിവസമാകുമ്പോൾ ലഭിച്ച ഈ പിന്തുണ ട്രംപ് ഭരണകൂടത്തിന് വലിയ ആശ്വാസവുമാണ്. അമേരിക്കയിലെ സാഹചര്യങ്ങൾ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നു എന്നതൊക്കെയാണ് നില. പക്ഷേ സെനറ്റിൽ ജയിക്കാനായതോടുകൂടി ട്രംപിന് ആ നിലയിൽ കൂടി ആശ്വാസം ഉണ്ടാവുകയാണ്. മേഖലയിലെ സമാധാനത്തിന് ഇറാൻ ഭീഷണിയാണെന്നും സൈനിക നടപടി അനിവാര്യമാണെന്നുമുള്ള ട്രംപിന്റെ വാദത്തെ സെനറ്റ് യഥാർത്ഥത്തിൽ ശരിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആയുധശേഖരത്തെക്കുറിച്ചും സൈനിക വിന്യാസത്തെക്കുറിച്ചും രാജ്യത്തിനകത്ത് ചർച്ചകൾ സജീവമാണെങ്കിലും നിയമനിർമ്മാണ സഭയുടെ പിന്തുണയോടെ ആക്രമണം കൂടുതൽ ശക്തമാക്കാം എന്നതാണ് വൈറ്റ് ഹൌസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സാഹചര്യവും സാധ്യതകളും. ട്രംപിന്റെ വാക്കുകൾ നൽകുന്ന സൂചനയും അതുതന്നെയാണ്. വൈറ്റ് ഹൌസിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് യുദ്ധത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ട്രംപ് നേരത്തെ നമ്മൾ കേട്ടതുപോലെ വാചാലനായി സംസാരിച്ചത്. ഇറാനെതിരെ ആരംഭിച്ച സൈനിക നീക്കം വൻ വിജയമാണെന്നും പ്രതീക്ഷിച്ചതിലും വലിയ മുന്നേറ്റമാണ് അമേരിക്കൻ സൈന്യം നടത്തുന്നതെന്നും ഒക്കെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. യുദ്ധമുന്നണിയിൽ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നുണ്ടെന്നും അതിൽ എത്ര മാർക്ക് ഇടും എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് 10-ൽ 15 മാർക്ക് നൽകും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1000-ലധികം മരണം നടക്കുന്ന സാഹചര്യം, ലോകത്തെ സമ്പദ് വ്യവസ്ഥയാകെ ഈ യുദ്ധം പിടിച്ചുകുലുക്കുകയാണ്. ഇറാനിൽ മരിച്ചു വീണ പിഞ്ചു കുഞ്ഞുങ്ങൾ, അത് ലോകത്തിൻ്റെ ആകെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലും വളരെ നർമ്മം കലർത്തിയ മറുപടി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. 10-ൽ 15 മാർക്ക് താൻ ഈ സൈനിക നടപടികൾക്ക് നൽകുന്നു എന്ന് ട്രംപ് പറയുന്നു. വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അത് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം എന്തായാലും ട്രംപിന് അമേരിക്കൻ സെനറ്റിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. അവിടെ പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കം ഉണ്ടാകുന്നത് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നാണ്. ചൈന ചില മധ്യസ്ഥ നീക്കവുമായി രംഗത്തെത്തുന്നുണ്ട്. 6-ാം ദിവസത്തിൽ ആശ്വാസമില്ലാതെ ഈ യുദ്ധം തുടരുമ്പോൾ ചില മധ്യസ്ഥ നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നും വരുന്നു. സമാധാന ചർച്ചകൾക്കായി സർക്കാർ പ്രതിനിധിയെ പശ്ചിമേഷ്യയിലേക്ക് അയക്കും എന്നതാണ് ചൈന വ്യക്തമാക്കിയിട്ടുള്ളത്. എണ്ണ വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്നും സൈനിക നടപടികൾ നിർത്തിവെക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി നടത്തിയ ഫോണിലൂടെയുള്ള ചർച്ചകളിലാണ് വാങ് യി ചൈനയുടെ ഇടപെടൽ വാഗ്ദാനം ചെയ്തത്. UN സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗം വേണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നേരിട്ടുള്ള സൈനിക ഇടപെടലിൽ നിന്ന് മോസ്കോയും ബീജിംഗും ഇപ്പോഴും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ അന്താരാഷ്ട്ര അക്രമത്തിനെതിരെ ഇറാനുമായി ചേർന്ന് ഐക്യമുന്നണി കെട്ടിപ്പടുക്കാൻ റഷ്യയും ചൈനയും ഒക്കെ മുമ്പ് ശ്രമിച്ചിരുന്നു. പക്ഷേ സംയുക്ത നാവികാഭ്യാസങ്ങളും തന്ത്രപരമായ കരാറുകളുമൊക്കെ ഇതിന്റെ ഭാഗമായി നടന്നിരുന്നതാണ്. എന്നാൽ യുദ്ധമുഖത്ത് ഇറാനെ സഹായിക്കാൻ സൈന്യത്തെ അയക്കില്ല എന്ന സൂചനയാണ് ഇപ്പോൾ റഷ്യയും ചൈനയും നൽകുന്നത്. യുക്രൈൻ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് റഷ്യ ഒരിക്കലും തയ്യാറാകില്ല എന്നൊരു സാഹചര്യമുണ്ട്. വെനസ്വേലയിൽ US നടപടികൾ ഉണ്ടായപ്പോഴും സമാനമായ നയതന്ത്ര പ്രതിഷേധം ഉയർത്തുക മാത്രമാണ് റഷ്യ നടത്തിയത്. റഷ്യയുടെ ഈ കയ്യകലം പാലിക്കൽ തെഹ്റാനിലെ ഭരണകൂടത്തിനിടയിൽ നേരിയ നിരാശ പടർത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. പക്ഷേ കൂടുതൽ രാഷ്ട്രങ്ങൾ ഇടപെട്ടാൽ ഒരിക്കലും യുദ്ധം ഒരു പരിഹാരത്തിലേക്ക് നീങ്ങില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ കടുക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെ ഉള്ള പ്രശ്നപരിഹാരമാണ് ഏക പോംവഴി എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സെനറ്റിന്റെ പിന്തുണയിൽ എന്തും ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ട്രംപും മേഖലയിലെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ അമേരിക്കൻ സഹായത്തോടെ ഏതറ്റം വരെയും പോകാൻ ഇസ്രയേലും തയ്യാറെടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ് 6-ാം ദിവസത്തിലും നമ്മൾ കാണുന്നത്. വമ്പൻ ശക്തികൾക്ക് മുൻപിൽ ഇറാന്റെ ചെറുത്തുനിൽപ്പിന് പരിമിതികൾ ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. യുദ്ധത്തിൽ നേരിട്ടിടപെടാതെ റഷ്യയും ചൈനയും നടത്തുന്ന ഇടപെടൽ, നയതന്ത്ര ഇടപെടലുകളിലാണ് ഇപ്പോൾ ഏക പ്രതീക്ഷയുള്ളത്. യുദ്ധം വ്യാപിക്കാതെയും നീണ്ടുപോകാതെയും ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയട്ടെ എന്ന് ആശിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയാണ്, അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇസ്രയേൽ അമേരിക്കൻ സംയുക്ത സേനകൾ വധിച്ച ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിക്ക് അനുശോചനം അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഡൽഹിയിലെ ഇറാൻ എംബസിയിലെത്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി കണ്ടോളൻസ് ബുക്കിൽ ഒപ്പിട്ടിട്ടുണ്ട്.
ഒപ്പം ഇറാൻ സ്ഥാനപതിയുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി. ഖമനേയിയുടെ മരണത്തിൽ ഇന്ത്യ ദുഃഖം ഇറാൻ സ്ഥാനപതിയെ അറിയിച്ചു. ഖമനേയി വധത്തിലെ കേന്ദ്ര സർക്കാർ മൗനം നിഷ്പക്ഷതയല്ലെന്ന കടുത്ത വിമർശനം രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സോണിയാഗാന്ധി ഉൾപ്പെടെ അത്തരം വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഇന്ത്യയുടെ വിദേശ നയം വഴിമാറുന്നതായി രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയ സാഹചര്യമുണ്ടായിരുന്നു. ഇറാനിലെ ആക്രമണത്തിലും കേന്ദ്ര നിലപാടിലും ഇടത് സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഡൽഹിയിൽ ഉയർത്തിയതൊക്കെ കണ്ടതാണ്. ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഡൽഹിയിലെ ഇറാൻ എംബസിയിലെത്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി കണ്ടോളൻസ് ബുക്കിൽ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സാഹചര്യം എന്താണ് എന്നതുകൂടി നമുക്ക് നോക്കാം. ഒപ്പം ഇതിനുശേഷം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശക്തമായ തിരിച്ചടി നൽകും ഇറാൻ ഈ വിഷയത്തിൽ എന്ന ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി മുഹമ്മദ് ഫത്താലി ആണ് CNN ന്യൂസ് 8നോട് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇന്ത്യ ഇറാനൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സ്ഥാനപതി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അജയ് സുധ ബിജു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അജയ്, വലിയ വിമർശനം ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളിലെ ഇരട്ടത്താപ്പ്, ഒപ്പം തന്നെ ഖമനേയി വധത്തിൽ ഉൾപ്പെടെ സ്വീകരിക്കുന്ന മൗനം, ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന ഒരു ഘട്ടത്തിലാണ് വിക്രം മിസ്ത്രി അവിടെ എത്തുകയും കണ്ടോളൻസ് ബുക്കിൽ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ? രേണുക, ചരിത്രപരമായി തന്നെ ഇറാനുമായിട്ട് വ്യാപാര ബന്ധം, അതുപോലെ തന്നെ നയതന്ത്രപരമായിട്ടുള്ള ബന്ധം എല്ലാം നിലനിർത്തിയിരുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇപ്പോൾ നിലവിൽ ആയത്തുള്ള അലി ഖമനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിഷയത്തിൽ ഇതുവരെ ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിരുന്നില്ല, ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നില്ല. ഇതിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, ഏറ്റവും പ്രധാനമായും മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് തന്നെ വിഷയത്തിൽ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. സോണിയാഗാന്ധി തന്നെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചത്. അവർ പറഞ്ഞത് ഇന്ത്യയുടെ വിദേശ നയം അത് വഴിമാറിപ്പോകുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഖമനയുടെ മരണത്തിൽ മൗനം തുടരുന്നത് അത് നിഷ്പക്ഷതയല്ല. അതുപോലെ പരമാധികാരത്തെക്കുറിച്ചോ അതുപോലെ അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ചോ വ്യക്തമായിട്ടുള്ള നിലപാട് ഇന്ത്യ സ്വീകരിക്കാത്തത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കും എന്നെല്ലാം അവർ എടുത്തു ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുപോലെ തന്നെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗമായിട്ടും വിമർശനങ്ങൾ വന്നിരുന്നു. അങ്ങനെ തുടർച്ചയായി ഇന്ത്യ വിഷയത്തിൽ ഒരു നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിഷയത്തിൽ ഒരു മൗനം പാലിക്കുന്നത് അത് ശരിയല്ല എന്നുള്ള തരത്തിലുള്ള കനത്ത ആക്ഷേപങ്ങളാണ് വന്നത്. ഇന്ത്യ എന്തായാലും നിലവിൽ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിസ്രി ഡൽഹിയിലുള്ള ഇറാന്റെ എംബസിയിലെത്തി നേരിട്ടാണ് ഇത്തരത്തിലൊരു അനുശോചനം രേഖപ്പെടുത്തിയത്. ഇന്ത്യ അനുശോചന ബുക്കിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഇറാൻ സ്ഥാനപതിയായിട്ടുള്ള മുഹമ്മദ് ഫത്താലിയെ അദ്ദേഹം നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. മുഹമ്മദ് ഫത്താലി അതിനുശേഷം CNN ന്യൂസ് 8നോട് പ്രതികരിച്ചു. അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം US-നും ഇറാനും ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ ഇറാൻ നൽകും. ഈ തിരിച്ചടിയിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളിൽ ഇറാനൊപ്പം ഇന്ത്യ നിൽക്കും എന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യ പൊതുവായിട്ട് വിഷയത്തിൽ ഒരു നിഷ്പക്ഷ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഈ സംഘർഷം എത്രയും വേഗം ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ മേഖലയിലെ സാഹചര്യത്തിൽ ആശങ്കയും ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഇപ്പോൾ ഈ ഖമനയുടെ മരണത്തിൽ തുടർന്നിരുന്ന ആ ഒരു നിശബ്ദത അതെന്തായാലും ഇന്ത്യ മാറ്റി ഖമനയുടെ മരണത്തിൽ ഇന്ത്യ നിലവിലൊരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു. ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി മറ്റ് കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യ പ്രതികരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു ഹോർമുസ് കടലിടുക്ക് അടച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വളരെ രൂക്ഷമായിട്ടുള്ള ഇന്ധന പ്രതിസന്ധിയും അതുപോലെ തന്നെ LPG ഗ്യാസിൻ്റെ ലഭ്യത ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇന്ത്യ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ തുടർച്ചയായി നിലനിൽക്കുന്ന സംഘർഷത്തിൽ എന്തായാലും ഇന്ത്യയുടെ തുടർ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അജയ്, അതിനോടൊപ്പം തന്നെ ഈ
വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു സന്ദേശം കൂടി സ്ഥാനപതി നൽകുന്നുണ്ട്. അതിനൊപ്പം ഇന്ത്യ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ പ്രകടിപ്പിക്കൽ കൂടി ഉണ്ട്. അപ്പോൾ അത് ആ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കപ്പെട്ട വിഷയമായിട്ടാണോ മനസ്സിലാകുന്നത്? CN ഉന്നയിക്കപ്പെട്ടു എന്നാണോ മനസ്സിലാകുന്നത്? CN നൽകിയ അഭിമുഖത്തിലാണ് അക്കാര്യം വിശദീകരിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഈ കൂടിക്കാഴ്ചയിൽ ആ വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടാകുമോ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം ഇറാന്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അത്തരം ആവശ്യങ്ങളെല്ലാം ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയോട് ഈ ഇറാന്റെ സ്ഥാനപതി ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. ഇന്ത്യയുമായി ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ ഇതിനു മുൻപേ ഇറാനിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. 2016 മെയ് 23-ാം തീയതി അദ്ദേഹം ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുമായിട്ട് ഔദ്യോഗികമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്നത്തെ 2 ദിവസത്തെ സന്ദർശനമായിരുന്നു നരേന്ദ്രമോദി ഇറാനിൽ നടത്തിയത്. അന്ന് ഊർജം, വ്യാപാരം തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അന്ന് എടുത്തു സൂചിപ്പിച്ചൊരു കാര്യം, ഇന്ത്യയും ഇറാനും തമ്മിലുള്ള സൗഹൃദം അതിന് ചരിത്രപരമായി തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്, ചരിത്രപരമായുള്ള ഒരു പഴക്കവും അതിനുണ്ട് എന്ന് നരേന്ദ്രമോദി എടുത്തു സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യയും ഇറാനും തമ്മിൽ നേരിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഈ വർഷങ്ങളിൽ നിലനിൽക്കുന്നില്ല. പല തവണയും ഇന്ത്യയെ ഒരു പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനിന് ആയുധങ്ങൾ വിറ്റുകൊണ്ടുള്ള ഒരു നിലപാടാണ് തുർക്കി സ്വീകരിച്ചത്. ഇന്ത്യക്കടുത്ത വിയോജിപ്പ് അക്കാര്യത്തിൽ രേഖപ്പെടുത്തിയതുമാണ്. എന്നാൽ ഇത്തരമൊരു സംഘർഷം ഉണ്ടായിട്ടും ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് പോലും പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് അന്ന് അവർ സ്വീകരിച്ചിരുന്നില്ല. വിഷയത്തിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ കശ്മീർ വിഷയം പലപ്പോഴും ഐക്യരാഷ്ട്രസഭയിൽ ഒരു ഉയർന്നു വരുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ളൊരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും അവരൊരു പക്ഷം ചേരുന്ന നടപടി സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല, ഇന്ത്യ ഏറ്റവും കൂടുതൽ നേരിടുന്ന, ഇപ്പോൾ ഇസ്രായേലിനെ പോലെയും മറ്റ് ലോകരാജ്യങ്ങളെ പോലെയും ഇന്ത്യ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ഭീഷണിയാണ് തീവ്രവാദം എന്ന് പറയുന്നത്. ISIS പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഇറാൻ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കടുത്ത നടപടികളെല്ലാം ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും ഇറാനെ തള്ളിക്കളയാനാകില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിലവിൽ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ ഇപ്പോൾ ഇന്ത്യ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനു മുൻപേ UAE-യിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തി. അവിടെയുള്ള പ്രവാസികളുടെ കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയപ്പോൾ അതിനും കടുത്ത വിമർശനങ്ങൾ വന്നിരുന്നു. അതായത് ഖമനയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താതെ UAE-യിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തിയത് ഒരു തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കും. കാരണം UAE-യിലുള്ള അമേരിക്കൻ സൈനിക ബേസിലേക്ക് ആക്രമണം നടത്തിയത് ഇറാനാണ്. അപ്പോൾ ഇറാന്റെ ആക്രമണത്തെ മാത്രം ഇന്ത്യ അനുശോചിച്ചു. US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം വന്നിരുന്നു. എന്തായാലും നിലവിൽ ഈ ഖമനയുടെ മരണത്തിൽ ഇന്ത്യയുടെ നിലപാട് പൂർണ്ണമായിട്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആഭ്യന്തരമായി തന്നെ വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ ഇസ്രയേൽ സന്ദർശനത്തിന് പിന്നാലെ നടന്ന കൊലപാതകത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച സോണിയാഗാന്ധി ഈ വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ത്യയുടെ വിദേശ നയം വഴിമാറുന്നതായി രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെയാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം നൽകിയും ഉള്ള നിലപാടുകളാണ് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടും സ്വീകരിക്കുന്നത്. അവിടെയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടുള്ളത്. അജയ് സുധ ബിജുവാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ PK ശശിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ ദിവസമാണ് ഇന്ന്. ഏറെ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി ഈ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു തീരുമാനമുണ്ടായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ CPM വിമതരുടെയും അസംതൃപ്തരുടെയും കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ CPM-ന്റെ മുതിർന്ന നേതാവായ PK ശശിയെ പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഈ കൺവെൻഷനിൽ സംസാരിക്കവേ PK ശശി നടത്തിയത്. ഇതിന് പിന്നാലെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന വിവരം പുറത്തുവന്നത്. CPM ബന്ധം ഉപേക്ഷിച്ച് PK ശശി ഒറ്റപ്പാലത്ത് UDF-നായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങിയേക്കും എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അപ്പോൾ ഇനി PK ശശി ലക്ഷ്യമിടുന്നത് എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഇന്ന് ഇടത് വിമത കൺവെൻഷൻ അല്ല, ഇത് വിപ്ലവകാരികളുടെ കൺവെൻഷനാണ് പാലക്കാട് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM വിമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് PK ശശി സംസാരിച്ചത്.
പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു പി കെ ശശി സംസാരിച്ചത്. ഈ കൺവെൻഷനിൽ മദ്യപാന സദസ്സിൽ ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കുന്ന അവസ്ഥയാണ് CPM ഉള്ളത് എന്നത് പി കെ ശശി തുറന്നടിച്ചു. അഴിമതി, സ്പിരിറ്റ് കച്ചവടം എന്നിവയെല്ലാം ഭരണത്തിന്റെ മറവിൽ നടക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സ്പിരിറ്റ് കേസിലെ 1ാം പ്രതിയാണ് എന്ന് പി കെ ശശി ആരോപണം ഉന്നയിക്കുന്നു. ഈ അനീതിക്കും അധാർമികതയ്ക്കുമെതിരെ പാർട്ടിക്കകത്തു നിന്നും ശബ്ദം ഉയർത്തിയവർ, അതിന് അച്ചടക്ക നടപടിക്ക് വിധേയരായവർ, തരം താഴ്ത്തപ്പെട്ടവർ, പുറത്താക്കപ്പെട്ടവർ, ജോലികളിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ, അവരുടെ എല്ലാം ഒരു രോഷപ്രകടനമാണ് ഈ കൺവെൻഷൻ എന്നാണ് പി കെ ശശി പറഞ്ഞത്. ആ രീതിയിൽ പാർട്ടിക്കെതിരെ, ജില്ലാ സെക്രട്ടറിക്കെതിരെയൊക്കെയുള്ള ശക്തമായ വിമർശനമാണ് പി കെ ശശി ആ കൺവെൻഷനിൽ നടത്തിയത്. വലിയ പങ്കാളിത്തവും ആ കൺവെൻഷന് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് തുടർ നടപടികൾ എന്നതിന്റെ ഒരു ധാരണ നേരത്തെ തന്നെ പി കെ ശശിയെ സംബന്ധിച്ചുണ്ട്. അതായിരുന്നു KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള നീക്കം. അതിന് പിന്നാലെയാണ് ഈ വിമത കൺവെൻഷൻ നടക്കുകയും അവിടെ പാർട്ടിക്കെതിരെ അതിശക്തമായി പി കെ ശശി സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ശശി ആ കൺവെൻഷനിൽ സംസാരിച്ചതൊന്ന് കേൾക്കാം. ഇത് വിമതരുടെ കൂട്ടായ്മയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഉശിരി പ്രണയം വെക്കാത്ത, ആത്മാഭിമാനവും അന്തസ്സും വികസിപ്പിക്കുന്ന, അനേകായിരങ്ങളുടെ ജീവരക്തം കൊണ്ട് നിറം പകർന്ന ഈ ചെങ്കൊടി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇൻകുലാബിന്റെ ശബ്ദം ഇടിമുടക്കമായി ഏറ്റുവാങ്ങുന്ന വിപ്ലവകാരികളുടെ കൺവെൻഷനാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ കൺവെൻഷനാണ്. ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായിരുന്നു സഖാവ് P.P. കൃഷ്ണൻ, സഖാവ് N.K. കൃഷ്ണൻ, സഖാവ് ശിവദാസ് മേനോൻ, സഖാവ് M. ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരിയിരിക്കുന്നത്. അപ്പോൾ ഈ നിലയിലൊക്കെ പാർട്ടിയെ കടന്നാക്രമിക്കുകയും ജില്ലാ സെക്രട്ടറിയെ അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നത് എല്ലാവർക്കും വ്യക്തമായിരുന്നു. പിന്നാലെ തന്നെ പാർട്ടിയെ ശശിയെ പുറത്താക്കി എന്നുള്ള വാർത്ത പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നു. പാർട്ടിയുടെ എല്ലാ സ്ഥാനത്തു നിന്നും നീക്കിയതായി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തന്നെയാണ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. പി കെ ശശി പറയുന്നത് മുഖവിലക്കെടുക്കേണ്ടെന്നും ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും എന്നുമാണ് സുരേഷ് ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വളരെ രൂക്ഷമായ തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും EN സുരേഷ് ബാബുവിൻ്റെതായി ഉണ്ടായിരുന്നു. മാത്രവുമല്ല, മാധ്യമങ്ങളോട് ഇവിടെ ചർച്ചകൾക്കായി എത്തിയ EN സുരേഷ് ബാബു കൂടുതൽ പ്രതികരണം പാലക്കാട് നൽകാം എന്ന് പറയുക കൂടി ചെയ്തു. അതുകൊണ്ട് തന്നെ തീരുന്നില്ല, ഇതിൽ കൂടുതൽ പറയാനുണ്ട് EN സുരേഷ് ബാബുവിന് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും രൂക്ഷമായ ഭാഷയിലായിരുന്നു സുരേഷ് ബാബുവിൻ്റെയും പ്രതികരണം. ഞാൻ അങ്ങനെയൊന്നും കേട്ടില്ല. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്നു. അപ്പോൾ നിലവിലിപ്പോൾ പി കെ ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അതാണ് ഒന്ന്. രണ്ടാമത് പി കെ ശശി പറയണതിനൊക്കെ ഇനി മുഖവിലക്കെടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇനി അതൊക്കെ മുഖവിലക്കെടുക്കേണ്ടുന്ന കാര്യമുണ്ടോ എന്നതാണ് EN സുരേഷ് ബാബു ചോദിച്ചത്. മാത്രവുമല്ല, വ്യക്തിപരമായി തന്നെ വലിയ വിമർശനങ്ങളുണ്ടായി. അവിടെ പി കെ ശശിയെ ലക്ഷ്യമിട്ട് തന്നെ ചില പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായി. രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. 2 വർഷത്തോളമായി എന്തായാലും CPM-മായി അകന്നു കഴിയുകയായിരുന്നു പി കെ ശശി. കഴിഞ്ഞ മാസമാണ് അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നത്. CPM നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ ഇതിനിടയിൽ നടത്തിയിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല. CPM-ലെ വിമതർ ചേർന്ന് മാർക്സിസ്റ്റ് കൂട്ടായ്മ രൂപീകരിക്കാനും തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണയോടെ മത്സരിക്കാനുമാണ് പി കെ ശശി നീക്കം നടത്തുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ഭാവിയിൽ പാർട്ടിയായി മാറാനും UDF-ൽ ചേരാനുമുള്ള ആലോചനകൾ കൂടി നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളുണ്ട്. കൊഴിഞ്ഞാമ്പാറയിലെ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിനു പുറമെ വോയിസ് ഓഫ് വടക്കഞ്ചേരി, മണ്ണാർക്കാട്ടെ ജനകീയ മതേതര മുന്നണി എന്നീ വിമത കൂട്ടായ്മകളും ഇന്നത്തെ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ മാനസിക പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് ഇവർ തന്നെ അവകാശപ്പെടുന്നു. കൊഴിഞ്ഞാമ്പാറയിലെ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് നേതാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ M. സതീഷ് ബാബു ഒക്കെ അത്തരം അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. UDF പിന്തുണയോടെ മത്സരിക്കാനാണോ പി കെ ശശിയുടെ ഇനിയുള്ള നീക്കം എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഈ വരുന്ന വഴികൾ അദ്ദേഹത്തിന്റെ ഓരോ KTDC ചെയർമാൻ സ്ഥാനം ഒഴിവാക്കുന്നതും ഇന്നത്തെ വിമത കൺവെൻഷനിൽ പങ്കെടുക്കുന്നതും അവിടെ
ശക്തമായ ഭാഷയിൽ തന്നെ ആഞ്ഞടിക്കുന്നതും ഒക്കെ നൽകുന്ന സൂചന അതുതന്നെയാണ്. അപ്പോൾ അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം കൂടി ഉണ്ടാകുന്നുണ്ട് UDF-ന്റെ ഭാഗത്തു നിന്ന് എന്നതുകൂടി നമ്മൾ കാണണം. PK ശശി മത്സരിക്കുമെങ്കിൽ പരിഗണിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അത് പറയുന്നത് മറ്റാരുമല്ല, മുൻ KPCC അധ്യക്ഷനാണ് K. സുധാകരൻ MP-യുടെ പ്രതികരണമാണ് പുറത്തു വന്നത്. B. കുഞ്ഞികൃഷ്ണനെയും 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന് സുധാകരൻ പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ അസ്തിത്വം നഷ്ടമായി എന്ന വിമർശനം കൂടിയാണ് K. സുധാകരൻ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സേവനം നാട്ടിന് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങളത് ഏറ്റെടുക്കും. 2 കൈനീട്ടി അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ഞങ്ങൾ എന്നും വിലമതിക്കുന്ന ഒന്നാണ്. എന്തു പറഞ്ഞാലും ഇത്രയും നട്ടലോടുകൂടി ഒരു കാപട്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു സാധാരണക്കാരനായ ഒരു പാർട്ടിക്കാരൻ, ഇടതുപക്ഷത്തിന് ഇതുപോലെ ഒരു കിരാതമായ ഒരു നെഞ്ചത്ത് ചവിട്ടുന്നത് ഇതുപോലൊരു സംഭവം ആദ്യത്തേതാണ്. അദ്ദേഹം സത്യസന്ധമായാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ആരും പറയുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം അത് പബ്ലിക്കാക്കി പറഞ്ഞതെന്നും അത് ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞത്. അപ്പോ UDF പൂർണ്ണമായും തള്ളുന്നില്ല സാഹചര്യങ്ങൾ എന്നതുകൂടി നമ്മൾ കാണണം. അതാണ് KPCC മുൻ അധ്യക്ഷന്റെ പ്രതികരണം തെളിയിക്കുന്നത്. പീഡനത്തിന്റെ തീവ്രതയളന്ന് സംരക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് CPM എക്കാലത്തും പഴി കേട്ടതാണ് PK ശശിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ. അന്ന് അതുയർത്തി ഇക്കാലം അത്രയും വിമർശനം ഉന്നയിച്ച UDF-ന് PK ശശിയെ കൂടെ കൂട്ടാൻ കഴിയുമോ? 140 മണ്ഡലങ്ങളിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടായാൽ അത് ചർച്ചയാകും. UDF-ന് വലിയ തിരിച്ചടി നേരിടേണ്ട സാഹചര്യവും ഉണ്ടാകും. ഇതെങ്ങനെ വിശദീകരിക്കും ജനങ്ങളോട് UDF എന്ന വലിയ ചോദ്യം ഉയരുകയാണ്. പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ നടക്കുന്നു എന്നത് ഏതാണ്ട് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇക്കാര്യത്തിൽ UDF-നുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അത് നേതൃത്വം കാണുമോ? ഇപ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതിന് മറുപടി പറയേണ്ടുന്ന സാഹചര്യം എന്തായാലും UDF-നെ സംബന്ധിച്ചുണ്ട്. അവിടെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുക കൂടി ചെയ്താൽ എങ്ങനെയായിരിക്കും അത് വിശദീകരിക്കാൻ കഴിയുക? ഈ പാർട്ടിക്കുള്ളിലെ തന്നെ വിമർശനങ്ങൾ കാണാതെ പോയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ UDF ഈ ഒരു തെറ്റായ സമീപനം സ്വീകരിക്കുമോ ഇല്ലയോ എന്നതാണ് ഇനി വരും മണിക്കൂറുകളിൽ അറിയാനിരിക്കുന്നത്. എന്തായാലും ശശി രണ്ടും തീരുമാനിച്ചതുപോലെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാർട്ടിക്ക് പുറത്തായിരിക്കുകയാണ്. ബാക്കിയൊക്കെ വരും പോലെ കാണാം. നമുക്ക് ഒരു ഇടവേള ആവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ഓൺലൈൻ മീഡിയകൾ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന വാർത്തകൾ, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കലുമൊക്കെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടും ഓൺലൈൻ മീഡിയകളുടെ ഈ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. പൊങ്കാല അർപ്പിക്കാനെത്തിയ നടി അന്ന രാജൻ നേരിട്ട സൈബർ അധിക്ഷേപങ്ങളും അതിനോടുള്ള അവരുടെ പ്രതികരണവും ഓൺലൈൻ മാധ്യമങ്ങളിലെ തെറ്റായ പ്രവണതകളുടെ പുതിയൊരു ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് ഈ സംഭവം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നത് പ്രേക്ഷകർക്കൊക്കെ ഒരുവിധം അറിയാവുന്ന കാര്യമായിരിക്കും. എല്ലാ വർഷവും ഒട്ടേറെ താരങ്ങൾ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാനായി എത്താറുണ്ട്. ഇത്തവണയും അങ്ങനെ ഒരുപാട് താരങ്ങൾ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു. എല്ലാ പൊങ്കാലയ്ക്കും മുടങ്ങാതെ എത്തുന്ന ചിപ്പി മുതൽ ആനി, ബീന ആന്റണി, അതിഥി രവി, മീന അനിൽ, റിയ ഷിബു തുടങ്ങിയവരെല്ലാം ഈ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരുന്നു. അവരെയൊക്കെ മാധ്യമങ്ങൾ, ഇങ്ങനെ പ്രശസ്തരായ വ്യക്തികൾ പൊങ്കാല അർപ്പിക്കുമ്പോൾ മാധ്യമങ്ങൾ തുടക്കം മുതൽ തന്നെ അവസാനം വരെ കവർ ചെയ്യുന്ന ഒരു ഇവന്റാണ്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇവന്റാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്തെത്തുകയും അവരുടെ പ്രതികരണങ്ങൾ തേടുകയും അത് വാർത്തയാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഓൺലൈൻ മീഡിയകളിൽ ഈ താരങ്ങളിൽ ചിലരുടെ മോശം ആംഗിളിലുള്ള വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ നടി അന്ന രാജന്റെ വീഡിയോകളും പ്രചരിച്ചു. അതിൽ അന്ന രാജന്റെ വീഡിയോകൾക്കെതിരെ വലിയ വിമർശനം പല കോണിൽ നിന്നും ഉയർന്നു. ചിലർ ക്യാമറ ആംഗിളുകൾക്കെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ അന്ന രാജനെതിരെയായിരുന്നു ഒരു വിഭാഗം വിമർശനം ഉന്നയിച്ചത്. അങ്ങനെ വലിയ ചർച്ചകൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ, വളരെ നെഗറ്റീവായിട്ടുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. ഈ വിമർശനങ്ങൾ കടുത്തതോടെയാണ് ഈ സംഭവത്തിൽ വിശദീകരണവുമായി അന്ന രാജൻ തന്നെ രംഗത്തെത്തിയത്.
അപ്പോൾ അന്ന ഈ ഒരു സമൂഹ മാധ്യമത്തിലൂടെ തന്നെയാണ് ഈ പ്രതികരണം നടത്തിയത്. അപ്പോൾ അവർ പറയുന്നത് പൂർണ്ണ ഭക്തിയോടെയാണ് താൻ പൊങ്കാല അർപ്പിച്ചതെന്നും ഈ ഭക്തരുടെ വികാരം വ്രണപ്പെട്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ഒക്കെയാണ് അവർ ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സോഷ്യൽ മീഡിയയിലെ കുറിപ്പിന്റെ ഉള്ളടക്കം ഒന്ന് നോക്കിയാൽ ഈ ആറ്റുകാൽ അമ്മയുടെ തൃപ്പാദങ്ങളിൽ താൻ ആദ്യമായി പൊങ്കാല അർപ്പിച്ച ദിവസമായിരുന്നു അത് എന്ന് അന്നാരാജൻ പറയുകയാണ്. ശുദ്ധമായ ഭക്തിയോടെയാണ് താൻ അവിടെ എത്തിയത്. അതികഠിനമായ ചൂടിൽ നിന്നുകൊണ്ട് വിറകടുപ്പിൽ പൊങ്കാല ഒരുക്കി അമ്മയുടെ നാമം ജപിച്ച് വിശ്വാസത്തോടെ ആ നിമിഷം അനുഭവിക്കുകയായിരുന്നു താൻ. ആ പരിശുദ്ധമായ നിമിഷത്തിനിടെ ചില അനാവശ്യമായ വീഡിയോകളും ക്ലിപ്പുകളും പകർത്തി പങ്കുവയ്ക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ വളരെ വേദനയാണ് അനുഭവപ്പെട്ടത്. ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരെയും മീഡിയയെയും ഉൾപ്പെടെ താൻ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. തന്റെ ഭക്തിയെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ചില നിമിഷങ്ങൾ അവതരിപ്പിച്ചത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ സാരിയോ ഭാവങ്ങളോ അല്ലെങ്കിൽ തന്റെ ഏതെങ്കിലും പ്രവർത്തികളോ കാരണം ഏതെങ്കിലും ഭക്തരുടെ മനസ്സിൽ അനാവശ്യമായി വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ താൻ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു. ഒരിക്കലും അതായിരുന്നില്ല തന്റെ ലക്ഷ്യം. തന്റെ മനസ്സ് അമ്മയ്ക്കറിയാം. ആ ചൂടും ആ പരിശ്രമവും ആ പ്രാർത്ഥനകളും തന്റെ ചിരിയുടെ പിന്നിലുള്ള സത്യസന്ധതയും ആറ്റുകാൽ അമ്മയ്ക്ക് അറിയാം. ആ സത്യം മതി തനിക്ക് എന്നാണ് അന്നാരാജൻ പറയുന്നത്. എപ്പോഴും താൻ ആറ്റുകാൽ അമ്മയുടെ വിനയമുള്ള ഒരു ഭക്തയായി തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നാരാജൻ ആ സമൂഹ മാധ്യമത്തിലെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ വിഷയത്തിൽ അവിടെ എത്തിയ ആർക്ക് നേരെ ഫ്രെയിം വെച്ചാലും ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ കിട്ടാനുള്ള വലിയ സാഹചര്യം ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ചുണ്ട്. അവിടെ എത്തുന്ന ലക്ഷക്കണക്കിനായ ഭക്തർ, സ്ത്രീകൾ, അവർ ഭക്തിയിൽ അലിഞ്ഞു നിൽക്കുന്നവരാണ്. നമ്മളൊക്കെ ഓരോ വർഷവും അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരാണ്. അപ്പോൾ അവരെ കാണുന്നതാണ്. അപ്പോൾ അവർക്ക് അവരുടെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളോ ഒന്നും ആയിരിക്കില്ല. അവർ പൂർണ്ണമായും ആ ഭക്തിയിൽ അലിഞ്ഞു നിൽക്കുന്നവരായിരിക്കും. മാത്രവുമല്ല, വലിയ ചൂട്, എന്നും കുംഭമാസത്തിലാണ് ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുക. വലിയ ചൂടുള്ള സമയത്താണ് അവരെ. പക്ഷെ അതൊന്നും ഒട്ടും പിന്തിരിപ്പിക്കില്ല. അവിടെയാണ് ഈ ഓൺലൈൻ മീഡിയകൾ ഈ രീതിയിൽ ആ സാഹചര്യത്തെ ദുരുപയോഗം ചെയ്തത്. യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി മോശം തരത്തിൽ ക്യാമറ വെച്ച് അത് ചിത്രീകരിച്ച് തെറ്റ് ചെയ്തിരിക്കുന്നത് ഓൺലൈൻ മീഡിയ ആണെന്നത് നിസ്സംശയം തന്നെ നമുക്ക് മനസ്സിലാകും. അതിന് യഥാർത്ഥത്തിൽ അന്നാരാജൻ ക്ഷമ പറയേണ്ടി വരുന്നത് തന്നെ വളരെ മോശം അനുഭവമാണ്. കാരണം അവരല്ല തെറ്റ് ചെയ്തിരിക്കുന്നത്, തെറ്റ് ചെയ്തത് ഓൺലൈൻ മീഡിയക്കാരാണ്. പക്ഷേ ഇത് അവർ ചെയ്യുമ്പോൾ അതിനൊപ്പം നിന്ന് അന്നാരാജൻ എന്ന വ്യക്തിയെ കുറ്റം പറയാനും അവരെ മോശമായി ചിത്രീകരിക്കാനും ഒക്കെയുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ് അവർ ഏത് വസ്ത്രം ധരിക്കണം എന്നത്. അത് അവരുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. അതിൽ കുറ്റം കണ്ടുകൊണ്ട് ആ രീതിയിലൊക്കെയുള്ള വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമത്തിൽ നടന്നത്. യഥാർത്ഥത്തിൽ കടന്നു കയറാതിരിക്കുക എന്ന ഒരു മാന്യതയാണ് ഈ ഓൺലൈൻ മീഡിയക്കാർ ചെയ്യേണ്ടിയിരുന്നത്. അവർ അത് ചെയ്തില്ല. അവർ താരങ്ങൾ പൊതുവിടങ്ങളിലെത്തുമ്പോൾ അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ കാഴ്ചക്കാരെ കൂട്ടാൻ വേണ്ടി മാത്രം ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എത്രയോ നാളായി തുടർന്നു വരുന്ന ഒരു മോശം പ്രവണതയാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള ധാർമ്മികത കാട്ടുകയാണ് യഥാർത്ഥത്തിൽ ഈ ഓൺലൈൻ മീഡിയക്കാർ ചെയ്യേണ്ടത്. അത് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുത്ത് ആസ്വദിക്കുന്നവരാണ് അന്നാരാജനെ പോലെയുള്ളവരെ വിമർശിക്കുകയും ഈ രീതിയിൽ ക്ഷമാപണം നടത്താൻ അവരെ നിർബന്ധിതരാക്കുകയും വലിയ രീതിയിൽ വിചാരണ ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മോശമായ പ്രവണതയാണ്. പക്ഷേ അവർ അതിലൊക്കെ ക്ഷമാപണം നടത്തി ഇപ്പോൾ ഒരു കുറിപ്പിട്ട് ഇടേണ്ടി വരികയാണ്. നമ്മുടെ നാട് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് സംശയമുണ്ടാകും. ഇതുപോലെയുള്ള അവസരങ്ങൾ പോലും ഇങ്ങനെയുള്ള ചൂഷണത്തിനും തെറ്റായ പ്രവണതയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് വലിയ ദുഃഖമുണ്ടാക്കുന്ന സാഹചര്യമാണ്. അവിടെ കൂടുതലും എത്തുന്നത് സ്ത്രീകൾ മാത്രമാണ്. വളരെ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടി സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരിടം കൂടിയാണ്. അവിടെ അതൊന്നും ഒരു പ്രശ്നമാകില്ല. ചുറ്റും സ്ത്രീകളാണ്. അത്രയും ഭക്തിയിലും വിശ്വാസത്തിലും ഒക്കെ സ്ത്രീകൾ എത്തുന്ന ഒരിടത്താണ് ഈ രീതിയിലുള്ള ചിത്രങ്ങൾ എടുത്ത് അത് പ്രചരിപ്പിച്ച് അത് ഒരു തരത്തിൽ റീച്ച് കൂട്ടാനുള്ള വളരെ ശ്രമമാണ്. അത് ഈ രീതിയിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ വലിച്ചിഴക്കുകയും ഒരാളെ വേട്ടയാടുന്ന തരത്തിലൊക്കെ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ വിഷയത്തിൽ ക്ഷമാപണം നടത്തേണ്ടത് അന്നാരാജനല്ല, ഈ തെറ്റ് ചെയ്തവരാണ്. അതൊരു മോശം പ്രവണതയാണ്. അവരെ തിരുത്തുക എന്നതാണ് വേണ്ടത്. അവർ സ്വയം തിരുത്തുകയോ തിരുത്താൻ അവരെ നിർബന്ധിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അവിടെ എന്തായാലും അന്നാരാജൻ ഇത്തരം ഒരു ക്ഷമാപണം നടത്തിയിരിക്കുന്നു. അതും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. വസ്ത്രം എന്നത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. അവരുടെ സ്വകാര്യതയും അവരുടെ അവകാശമാണ്. അതിനെ മാനിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന കാര്യം.
ഇന്നിനി ഏതാണ്ട് 1.25 മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 2020 ലോകകപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങുകയാണ്. ഇംഗ്ലണ്ടാണ് എതിരാളികൾ. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് ജയിച്ചേ മതിയാകൂ. സെമി കാണാതെ പുറത്തു പോകുമോ എന്നൊരു ആശങ്ക ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ സെമിയിൽ കയറിപ്പറ്റി അവിടെ നിന്ന് ഇനി ഫൈനൽ എത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ചുള്ളൂ. എല്ലാ ആരാധകരും കാത്തിരിക്കുകയാണ്. ഇത്തവണയും സഞ്ജു രക്ഷകനാകുമോ എന്നതുൾപ്പെടെ എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷമാണ്. ഹരികൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഇനി 1.25 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ഭാവി എന്താണ് എന്ന് നിശ്ചയിക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന്. ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്ത്യ ഏറ്റവും മികച്ച പെർഫോമൻസിൽ നിന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വലിയൊരു പതനം ഇടയ്ക്കുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് കാത്തിരിപ്പായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ടായിരുന്നു. സെമി എത്തി, ഇനി അവിടെ നിന്ന് ഇനി ഫൈനൽ എത്തണം. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്താണ്? വാങ്കഡെ അത്ര നല്ല ഹിസ്റ്ററി അല്ല ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത് എന്ന തരത്തിലൊക്കെയുള്ള വിലയിരുത്തലുണ്ട്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? അത് തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം 2024 T20 ലോകകപ്പ് ചാമ്പ്യന്മാരാണ്. അപ്പോൾ ചരിത്രം ഉണ്ട്. T20 ലോകകപ്പ് ജയിച്ച ടീം ഏതാണോ അടുത്ത ലോകകപ്പ് അവർ ജയിക്കില്ല എന്നുള്ളത്. അത് മാറ്റാൻ, ആ ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് 2 പടി അകലെ മാത്രമാണ് ഇന്ത്യ. അതിലെ ആദ്യത്തെ പടി ഇന്ന് വെക്കും. 1.25 മണിക്കൂറിനുള്ളിൽ മത്സരം നടക്കുമെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ടോസ് ആണ്. അത് 6:30 നടക്കും. അതിലേക്ക് ഇനി 3/4 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. ടോസ് നേടുന്നത് ഏത് ടീമായാൽ പോലും വിജയം ഏകദേശം ഒരു 40% ഉറപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡ്യൂ ഫാക്ടേഴ്സ് ഒക്കെ വളരെയധികം, പ്രത്യേകിച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈയിൽ IPL ഒക്കെ നടക്കുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ് ആ മാസത്തിൽ. ഇപ്പോൾ മാർച്ച് മാസത്തിൽ തന്നെ ഡ്യൂ നല്ലോണം ഉണ്ടാകും. അപ്പോൾ ടോസ് നേടുന്ന ടീം ബോളിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പേപ്പേഴ്സിലേക്ക് വരികയാണെങ്കിൽ സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ജയിച്ചു, സെമിയിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ആസ് എ ടീം, ആസ് എ കളക്റ്റീവ് എഫേർട്ട് ഇന്ത്യ വളരെ സ്ട്രോങ് സൈഡാണ്. അതുപോലെ തന്നെയാണ് ഇംഗ്ലണ്ട്. ഒരിക്കലും ഇംഗ്ലണ്ടിനെ കുറച്ച് കാണാൻ കഴിയില്ല. അവർ ആകെ T20 ലോകകപ്പിൽ തോറ്റിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിനോടാണ്. നമ്മൾ തോറ്റത് സൗത്ത് ആഫ്രിക്കയോടാണ്. സൗത്ത് ആഫ്രിക്ക ലോകകപ്പിൽ നിന്ന് തന്നെ പുറത്തായി. ഇംഗ്ലണ്ട് പക്ഷേ നേപ്പാളിനോടും ഇറ്റലിയോടും വളരെ കഷ്ടിച്ച് ജയിച്ചെങ്കിൽ പോലും ന്യൂസിലൻഡിനെതിരെയൊക്കെ നല്ലൊരു മത്സരമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ട് കാഴ്ചവെച്ചു. അപ്പോൾ ഇംഗ്ലണ്ട് നോക്കുമ്പോഴേക്കും സ്ട്രോങ് സൈഡാണ്. പക്ഷേ അവർ പ്രതീക്ഷിക്കുന്ന താരങ്ങൾ അവർക്ക് വേണ്ടി ഉയരുന്നില്ല എന്നുള്ളത് അവർക്ക് ചെറുതല്ലാത്തൊരു വലിയ തലവേദനയാണ് ഉയർത്തുന്നത്. ഹാരി ബ്രൂക്ക് നയിക്കുന്ന ഇംഗ്ലണ്ട് സൈഡ് നമുക്കാണെങ്കിൽ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാവുന്നു. സഞ്ജുവിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. കാരണം അഭിഷേക് ശർമ്മ ഒരു 50 അടിച്ചെങ്കിൽ പോലും ഈ T20 ലോകകപ്പിൽ ഫോമിലല്ല. ഈശൻ ആവട്ടെ തുടക്കത്തിൽ ഒന്ന് പാറിയെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് പാളിപ്പോകുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ സഞ്ജുവിൽ തന്നെ വലിയ പ്രതീക്ഷ. കാരണം അത്രയധികം മൊമെന്റം കളിച്ച് സഞ്ജുവിൻ്റെ ലൈഫ് ടൈം ഇന്നിങ്സ് കളിച്ചിട്ടാണ് സഞ്ജു ഈ മത്സരത്തിലേക്ക് വരുന്നത്. ബൗളിംഗ് നിരയിൽ ഇന്ത്യയിൽ ചേഞ്ചസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പോലും ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ആദിൽ റഷീദ് ലെഗ് സ്പിന്നറായിട്ട് വരുന്നുണ്ടെങ്കിൽ കുൽദീപ് യാദവ് കളിക്കുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നുണ്ട്. ആ ചോദ്യം വെറുതെ അല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പേസറിനെ വലിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഹർഷ്ദീപ് സിംഗിനെ മാറ്റി കുൽദീപ് യാദവിനെ കൊണ്ടുവരുന്ന ഒരു ചോദ്യമൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ ഗ്യാമ്പിളായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ഗ്യാമ്പിളിലേക്ക് തൽക്കാലം ഇന്ത്യ പോവില്ല എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. കണ്ടീഷൻസ് നോക്കി കളിക്കുകയാണെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ നല്ലൊരു മൊമെൻറ്റമായിട്ട് ജയിക്കുന്ന ടീമുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഒരു 6:30 ടോസ് നടക്കും. ആ ടോസിന് വേണ്ടി വളരെയധികം കാത്തിരിപ്പ് നിൽക്കുകയും കൂടിയാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓൾറൗണ്ട് മികവ് വിൽ ജാക്സ് എന്ന താരത്തിലേക്ക് മാത്രമായിട്ടൊന്ന് ചുറ്റിക്കറങ്ങുന്ന നിൽക്കുകയാണ് ഇംഗ്ലണ്ട് ടീം. അത് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജോഫ്ര ആർച്ചർ എന്ന താരം, ജോഫ്ര ആർച്ചർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് സഞ്ജു സാംസൺ തന്നെയായിരിക്കും. ആ ഒരു ഓപ്പണിംഗ് പെയറിന് അങ്ങ് പൂട്ടുക എന്നത് തന്നെയായിരിക്കും ജോഫ്ര ആർച്ചറിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് കൊടുക്കാൻ പോകുന്ന ലക്ഷ്യം. എന്തായാലും ജയം ഉറപ്പാകുമെന്ന് വിശ്വസിക്കുന്നു. പേപ്പേഴ്സിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് ശക്തർ. പക്ഷേ മത്സരമാണ് T20 എന്നും സംഭവിക്കാം. കാത്തിരിക്കുന്നത് ന്യൂസിലൻഡാണ്. എതിരാളികൾക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ്. 8-ാം തീയതിയാണ് ഫൈനൽ നടക്കുന്നത്. കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കാത്തിരിക്കാം ഇന്ത്യയുടെ ഒരു വലിയ ജയത്തിന്. എന്തായാലും എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ജയത്തിനായി. സഞ്ജുവിന്റെ മിന്നുന്ന പ്രകടനത്തിനായി കേരളം ഒരിക്കൽ കൂടി കാതോർത്തിരിക്കുന്ന ഒരു അവസരം കൂടിയാണ്. എന്തായാലും കാത്തിരിക്കാം. ഇനി ഏതാണ്ട് 1.25 മണിക്കൂറിന്റെ കാത്തിരിപ്പ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമുക്കിനി പോകാം ഒരു സായന സവാരിയിലേക്ക്. ഒരു പ്രത്യേക സ്ഥലത്തിന്റെ ഭംഗി ആസ്വദിക്കാം. തിരക്കിൽ നിന്നൊക്കെ മാറി സ്വസ്ഥമായിരിക്കാൻ പറ്റുന്ന ഒരിടമാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരല്പം കയറ്റമൊക്കെ ഉണ്ട്. കുറച്ച് റിസ്ക്കാണ് അവിടേക്ക് എത്താൻ. പക്ഷേ കൈ പിടിക്കാൻ നേർത്ത മഞ്ഞിൻ്റെ നനവുള്ള കാറ്റുണ്ടെങ്കിൽ ആ ഒരു മലകയറ്റം നമ്മൾ പോലും അറിയില്ല എന്നതാണ് അനുഭവസ്ഥർ പറയുന്നത്. മലമുകളിൽ സുന്ദരമായ കാഴ്ചകളും കാത്തിരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഇടുക്കിയിലെ പാഞ്ചാലിമേടിനെ കുറിച്ചാണ്. വെക്കേഷനൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികളുമായിട്ടൊക്കെ വെക്കേഷനിൽ പോകാൻ പറ്റുന്ന നല്ലൊരിടമാണ്. ഞങ്ങളുടെ പ്രതിനിധി ഡാനിപ്പോൾ ആണ് പാഞ്ചാലിമേടി പോയത്. പാഞ്ചാലിമേടി പോയി കാറ്റുകൊണ്ടിരുന്ന് ഡാനിപ്പോൾ പാടിയ പാട്ടൊക്കെ വൈറലാണ് ഞങ്ങളുടെ ഓഫീസിൽ. എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം.
സ്വച്ഛതയോടെ അല്പസമയമൊക്കെ നടക്കാനും നല്ല കാഴ്ചകൾ കാണാനും നല്ല കാറ്റുകൊണ്ടിരിക്കാനുമൊക്കെ ആരാണ് ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇടുക്കിയിലേക്കൊക്കെ യാത്ര പോവുകയാണെങ്കിൽ അങ്ങനെ വളരെ പെട്ടെന്ന് എത്തിപ്പെടാവുന്ന, അല്ലെങ്കിൽ ഈ വളരെ ഈ തിരക്കുകളിൽ നിന്നെല്ലാം തന്നെ വളരെ വേഗത്തിൽ ഈ ഇടുക്കിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവർക്കെല്ലാം തന്നെ എത്തിപ്പെടാവുന്ന ഒരിടമാണ് പാഞ്ചാലിമേട്. പാഞ്ചാലിമേടിനെ കുറിച്ച് ഒരുപാട് പറയേണ്ടതില്ല. കാരണം നിരവധിയായ പല ലേഖനങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലരുടെയും റീൽസും കാര്യങ്ങളും എല്ലാം തന്നെയായിട്ട് പാഞ്ചാലിമേടിനെ കുറിച്ച് നമുക്ക് നല്ല പരിചയമുണ്ട്. നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മളെ ആദ്യം കൈതൊട്ട് വിളിക്കുന്നത് കാറ്റാണ് ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് കാറ്റ് തന്നെയാണ്. പാഞ്ചാലിമേടിലേക്ക് എത്തുന്നവരെ ആദ്യം കൈപിടിച്ച് കയറ്റുന്നത് തീർച്ചയായും ഈ കാറ്റ് തന്നെയാണ്. ഇവിടേക്ക് ചെറിയ കയറ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഈ കാറ്റിൻ്റെ കൈപിടിച്ച് നേർത്ത ഒരു മഞ്ഞിൻ്റെ തണുപ്പെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇവിടേക്ക് എത്താം. എത്ര വെയിലുണ്ടെങ്കിലും ഇവിടേക്ക് കടന്നു വരുന്നവർ തികച്ചും ഉല്ലാസഭരിതരാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്കെല്ലാം ആസ്വദിക്കാവുന്ന ഒരു മൊട്ടക്കുന്ന് പോലുള്ള ഒരു ഇടമാണ്. എങ്കിലും നല്ല കാറ്റും നല്ല കാഴ്ചകളും താഴ്വാരങ്ങളുടെ കാഴ്ചകളും എല്ലാം തന്നെയുണ്ട്. അതെല്ലാം തന്നെ ഒരു ആസ്വാദകരമാകുന്ന ഒരവസ്ഥ തന്നെയാണുള്ളത്. അങ്ങനെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ ഈ മേഖലയെല്ലാം തന്നെ കൂടുതൽ ഈ സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട ഒരിടമായി എല്ലാം തന്നെ ഇത് മാറുകയും ചെയ്യുന്നൊരവസ്ഥയാണ് എപ്പോഴും ഉള്ളത്. പാഞ്ചാലിമേടിലേക്ക് എത്തിയവർക്ക് എന്താണ് കാഴ്ചകളുടെ കൗതുകങ്ങളെക്കുറിച്ച് പറയാനുള്ളത്? അവർക്ക് എത്ര ഹൃദ്യമായൊരിടമായി ഇതെല്ലാം മാറുന്നു എന്നെല്ലാം തന്നെ നമുക്ക് അവരോട് ചോദിക്കാം. എന്തുകൊണ്ട് ആളുകൾക്ക് ഇവിടേക്ക് വരാനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണമായിട്ട് തോന്നുന്നു? മാനസിക ഉല്ലാസം, പിന്നെ നമ്മുടെ ഒരു എന്നാ നമുക്ക് സന്തോഷത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ടെൻഷൻ മാറി നമ്മൾ ഫ്രീ ആകാൻ വേണ്ടിയിട്ട് എല്ലാത്തിൽ നിന്നും മാറി നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി, ജീവിതം ആസ്വദിക്കാനും കൂടെ കൂടിയിട്ടാണ്. അതെ, ജീവിതം ആസ്വദിക്കാനും കൂടിയുള്ള ടെൻഷനൊക്കെ മാറ്റാൻ ഒരു റൗണ്ട് നടന്നാലും ഇവിടെ ഒരു സുഖമാണ്. പിന്നെ സുഖമായിട്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ തൊട്ടടുത്താണെങ്കിൽ പോലും നമ്മൾ പിന്നെയും വരുന്നത്. പേര് ശശി. ഇവിടെ അടുത്താണോ? ഞാൻ ഈരാറ്റുപേട്ട. ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് എപ്പോഴും വരാൻ തോന്നാനുള്ള കാരണം? ഇവിടെ വന്ന് മനസ്സിൻ്റെ ഒരു സുഖം, എല്ലാം കൊണ്ടും നല്ലൊരു കുളിർമ. പറയുമായിരുന്നു ഒരു കാറ്റൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ അത് ഇവിടേക്ക് തന്നെ വന്നോന്ന് പറയണായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതിനു മുമ്പ് ഞാൻ 3ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഇതിപ്പം ഉച്ചയായതുകൊണ്ട് വരാൻ ഇച്ചിരി മടിയായിരുന്നു. പക്ഷേ ഇപ്പം തണുത്ത കാറ്റൊക്കെ ആയതുകൊണ്ട് എൻജോയ് ചെയ്തിപ്പം മോനും ആനും വഴക്കായിരുന്നു. ഇവിടെ കയറിയപ്പോൾ ഇപ്പോൾ ഓക്കെയാണ്. പുള്ളി ഓക്കെ ആയി. വണ്ടി വെച്ച് നല്ല കാർച്ചം ബഹളമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പുള്ളി. നല്ല തണുത്ത ഒരു അന്തരീക്ഷം, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉല്ലാസം തോന്നുന്നു. ഇടിമിന്നലുള്ള സമയത്ത് മുകളിലേക്ക് നിൽക്കുന്നതും എല്ലാം തന്നെ വളരെ സുരക്ഷിതമായിരിക്കണം എന്നത് പറഞ്ഞു. ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടുത്തെ വരുമ്പോൾ ഇവിടുത്തെ ഒരു പ്രകൃതിയൊക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിനകത്തേക്ക് വരുമ്പോൾ ഇവിടേക്കെല്ലാം വരുമ്പോൾ വളരെ തുറസായ ഒരിടത്തേക്കാണ് വരുന്നത്. ഇടിമിന്നൽ സാധ്യതയുള്ള സമയമൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ അപകടകരമാകും. നമ്മുടെ ക്യാമറമാൻ KP ധനേഷ് ഇപ്പോൾ ഈ കുന്നിന് മുകളിലേക്ക് പോകുന്ന ഈ ഭാഗങ്ങൾ നിറയെ കല്ലുകൾ നിറഞ്ഞ ഒരു ഇടമാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നു. ഇവിടേക്ക് എത്തുമ്പോൾ നമ്മളെ പ്രധാനമായിട്ട് ആകർഷിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം, അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് നമ്മൾ പലതവണയായി ഈ കുരിശ് കാണാൻ കഴിയും. അത് ദുഃഖവെള്ളിയാഴ്ച ഈ സമയങ്ങളിൽ, ഈസ്റ്റർ സമയങ്ങളിലുള്ള പീഠാനുഭവവാരത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പ്രാർത്ഥനാ ഭാഗമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു മതമൈത്രിയുടെ എല്ലാം തന്നെ ഒരിടമായിട്ടും ആളുകൾ പറയുന്ന ഒരു സ്ഥലം കൂടിയാകുന്നു പാഞ്ചാലിമേട്. പാഞ്ചാലിമേടിൻ്റെ ഒരു ഐതിഹ്യം എന്നതെല്ലാം തന്നെ പറയുന്നത് പഞ്ചപാണ്ഡവർ അവർ വനവാസകാലത്ത് കഴിഞ്ഞിരുന്ന ഒരിടം എന്നത് കൂടിയാണ് പാഞ്ചാലിമേട്. അത് അങ്ങനെ കൂടി ഒരു വിശ്വാസവും ഇവിടെയുണ്ട്. ഇതെല്ലാമാണ് ഇതിനെ പ്രിയപ്പെട്ടതാക്കുന്നത്. പാഞ്ചാലിമേടിലേക്ക് കാറ്റ് കൊള്ളാൻ വരുന്നു, കാഴ്ച കാണാൻ വരുന്നു എന്നതിനപ്പുറം പാഞ്ചാലിമേട് കുറേ കൂടി എൻഗേജ്ഡ് ആക്കുക, അല്ലെങ്കിൽ പാഞ്ചാലിമേടിലേക്ക് വരുന്നവർക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ, അവർക്ക് ഈ ടൂറിസം അനുബന്ധമായിട്ട് കുറച്ചുകൂടി സൗകര്യങ്ങൾ വിശാലാർത്ഥത്തിൽ ചെയ്തു കൊടുക്കുക, കുറച്ച് ആക്ടിവിറ്റീസ്, കുറച്ച് കായിക വിനോദങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമെല്ലാം ചേർക്കണം. ഇതിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതനുസരിച്ചാണ് 2018 മുതൽ ഇവിടേക്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികളും കാര്യങ്ങളും എല്ലാം തന്നെ ആവിഷ്കരിച്ച് നടപ്പാക്കി തുടങ്ങിയത്. നമ്മൾ കാണുന്നത് ഒരു കൃത്രിമ ഡാം നിർമ്മിക്കുവാനുള്ള ഒരു
ഭാഗങ്ങളുടെ ഇതായിട്ട്, അതായത് അവിടെ ഒരു ചെക്ക് ഡാം എന്നുള്ള രീതിയിലൊരു ജലാശയം ഉണ്ടാക്കുക, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അവിടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതിനൊപ്പം തന്നെ അതിന് അപ്പുറത്തേക്ക് ഒരു സിപ്പ് ലൈൻ എന്ന രീതിയിലേക്ക് പുതിയ ഒരു വിനോദോപാധി എന്ന രീതിയിലെല്ലാം തന്നെ, കായിക വിനോദോപാധി എന്ന രീതിയിൽ തന്നെ ഒരു സിപ്പ് ലൈൻ സംവിധാനം തയ്യാറാക്കുന്നു. അപ്പോൾ അവിടെ ഒരു കൃത്രിമ ജലാശയം വരികയാണെങ്കിൽ അതിന് മുകളിലൂടെ കടന്നു വരുന്ന രീതിയിൽ വിഭാവനം ചെയ്യുന്നതാണ്. ഇതിപ്പോൾ പദ്ധതി പൂർത്തിയാകുമ്പോൾ അതൊരു സുന്ദരമായൊരു വിനോദമായിട്ട് തന്നെ മാറുമെന്നത് അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ മൊട്ടക്കുന്നുകളുടെ നടുവിൽ ഒരു കൃത്രിമ ജലാശയം, അതിന് വളരെ തണുപ്പുള്ള ഒരു കാലാവസ്ഥ, വീശിയടിക്കുന്ന ഒരു കാറ്റ്, അങ്ങനെ ഒരു സുന്ദരമായൊരു അന്തരീക്ഷത്തിൽ ഈ രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പാഞ്ചാലിമേടിനെ കുറേ കൂടി എൻഗേജ്ഡ് ആക്കുമെന്ന ഒരു വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. പദ്ധതികൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു പൂർണ്ണാർത്ഥത്തിൽ എത്തട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം. കുറേ കൂടി ആളുകൾ കടന്നു വരുന്ന ഇടമായിട്ട് ഇത്തരം ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ആളുകളുടെ ഒരു വരവ്, അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ പുത്തൻ തലമുറ, ജെൻസി എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് വന്ന് സമയം കണ്ടെത്താനൊക്കെ എല്ലാം തന്നെ ചെലവഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ആലപ്പുഴ നിന്നാണ്. നല്ല രസമുണ്ട് വന്നിട്ട്. പക്ഷെ മഴക്കാലത്ത് വരുന്നൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഇച്ചും കൂടി ഒരു ഹരിതാപ മഴക്കാലത്താണ് ഫീൽ ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കായൽ കടന്ന് മല കയറുമ്പോൾ ഒരു ഫീൽ എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഹെയർ പിന്നൊക്കെ വരുമ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു. കാറ്റ് നല്ല തണുപ്പ് നല്ലോണമുണ്ട്. ക്ലൈമറ്റ് തെയ്യം നടന്നത് പ്രധാനമായിട്ടും വ്യൂ പോയിന്റാണ്. നമുക്കിവിടെ നിന്ന് മകരവിളക്ക് കാണാൻ പറ്റും. 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് പാഞ്ചാലിമേടിനെ സംബന്ധിച്ചുള്ള പ്രധാന പ്രത്യേകതയായിട്ടുള്ളത്. പുതിയൊരു പുലർക്കാലം ഇനി നീ തനിച്ചല്ലെന്നറിയുക കൺമണി തോഴി. പാഞ്ചാലിമേടിലേക്ക് കാഴ്ചകൾ കാണാൻ വരുന്നവർക്ക് അവരിവിടെ ചെലവഴിക്കുന്ന സമയം അതൊരിക്കലും അവർക്കൊരു നഷ്ടമല്ല. കാരണം ഇവിടെ നിന്ന് ആസ്വദിക്കാവുന്ന കാഴ്ചകൾ അത്രയും അവർക്ക് ഓർമ്മയിലേക്ക് സൂക്ഷിക്കാം. പ്രിയപ്പെട്ടവരോടൊപ്പം അവരിവിടെ ചെലവഴിക്കുന്ന സമയം പ്രത്യേകിച്ച് ജീവിതത്തിലെന്നും അവർക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുന്നൊരിടമാണ്. കാരണം അതിനെല്ലാം ഈ ചുറ്റുപാടുകൾ തരുന്നുണ്ട്. നേരത്തെ കാറ്റും മഞ്ഞും തണുപ്പുമെല്ലാം അതിന് ചേർന്ന് നിൽക്കുന്നവ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ചാരുതയാർന്ന ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് വിശാലമായി പോകുന്ന മലനിരകൾ, അതിൻ്റെ കാഴ്ചകൾ, താഴ്വാരങ്ങൾ, ഇതെല്ലാം സുന്ദരമായൊരിടമാക്കി പാഞ്ചാലിമേടിനെ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഞ്ചാരികളെ വളരെ സഹർഷം പാഞ്ചാലിമേടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓർക്കാനും ഓർത്തിരിക്കാനുമായി ഒരുപാട് നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഇവിടം. പാഞ്ചാലിമേടിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. അപ്പോൾ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പാഞ്ചാലിമേടിന് ഷൂട്ട് പോയതിന് ശേഷം ഡാനിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്, ഷൂട്ടിനിടവേളയിൽ ആരെ ആലോചിച്ചാണ് ആ പാട്ട് പാടിയതെന്നതാണ്. അതിന് ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും. ഇന്നത്തെ നേരം വൈകുന്നേരത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.